ക്രിയാത്മകതയെക്കുറിച്ച് NSSന് ഉത്തമ ബോധ്യം വരാത്തത് കൊണ്ടാണ് അവർ ഇപ്പോൾ അതിനകത്ത് സഹകരിക്കാമെന്ന് പറഞ്ഞത്. ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുമല്ലോ. ഈ അയ്യപ്പ സംഗമം കൊണ്ട് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനോ അല്ലെങ്കിൽ ശബരിമല അയ്യപ്പന്മാരുടെ ഒരു വരവിനുള്ള ഒരു പ്രവാഹത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായ ആ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിന് കാണുമ്പോൾ NSS അവരുടെ നയം മാറ്റും, യാതൊരു തർക്കവുമില്ല. കാലാകാലങ്ങളിൽ ദേവസ്വം ബോർഡിനെ നിശ്ചിതമായി വിമർശിക്കുകയും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അനുകൂലിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് NSS. അത് നമുക്കറിയാം. രാമൻ നായരിരുന്ന കാലത്തും അതിനു മുമ്പും എല്ലാം അവർക്ക് അക്കാര്യത്തിലൊരു നിലപാടുണ്ട്. ആ നിലപാടിൽ അവർ അടിയുറച്ച് നിൽക്കും. തന്ത്രിമാർക്കും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിനുമൊക്കെ ശമ്പളം കൊടുക്കുന്നതും അവരുടെ നിത്യദിനാന ചെലവുകളൊക്കെ നടത്തുന്നു. നമുക്കറിയാമല്ലോ, കേരളത്തിൽ വളരെ വരുമാനം കൂടിയ ക്ഷേത്രങ്ങളുണ്ട്, ഒരു വരുമാനം ഇല്ലാത്ത ക്ഷേത്രങ്ങളുമുണ്ട്. അതൊക്കെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട്, കൊച്ചിൻ ദേവസ്വം ബോർഡുണ്ട്, മലബാർ ദേവസ്വം ബോർഡുണ്ട്. ഈ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുമാനമുള്ള എത്ര ക്ഷേത്രങ്ങളുണ്ട്? ആ ക്ഷേത്രങ്ങൾ എങ്ങനെ നടക്കുന്നത്? അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദേവസ്വം ബോർഡ് ദേവസ്വം പണം വിനിയോഗിക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. മനസ്സിലായി? ഇതിപ്പോൾ ആഗോള അയ്യപ്പ സംഗമം ഒരു മഹാസംഭവമാണ് എന്ന് വരുത്തി തീർക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റുണ്ട്, ദേവസ്വം ബോർഡുണ്ട്. ദേവസ്വം ബോർഡിനെ നോക്കുകുത്തിയാക്കി വെച്ചുകൊണ്ട് ഗവൺമെൻറ്റാണ് ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്, അല്ല ദേവസ്വം ബോർഡിനകത്തൊരു കാര്യമില്ല. കാരണം ദേവസ്വം ബോർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടുള്ളപ്പോൾ അവരെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് നടത്താൻ പറ്റാത്തതുകൊണ്ട് അവരുടെ പേരുപയോഗിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് നടത്തുന്നത്. ഗവൺമെൻറ്റിലാണ് ഈ അയ്യപ്പനെ സംരക്ഷിക്കണമെന്നുള്ള തോന്നൽ വന്നിരിക്കുന്നത്, ദേവസ്വം ബോർഡിനല്ല.